കാണുന്ന ലോങ് വീഡിയോസ് എല്ലാം പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അതുപോലെ എല്ലാ ലോങ് വീഡിയോസും അതിൻ്റെ പ്ലേബാക്ക് സ്പീഡ് മാക്സിമം അല്ലെങ്കിൽ 2.5x ഒക്കെ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ചെയ്യുന്ന എല്ലാ ജോലിയും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അതുപോലെ കോൺസെൻട്രേഷനും നല്ല പേഷ്യൻസും ആവശ്യമുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ മടുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? 24/7 നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. പലപ്പോഴും നിങ്ങൾക്ക് റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നു. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സും റീൽസും എല്ലാം കൺസ്യൂം ചെയ്ത് നമ്മളുടെ ബ്രെയിനിൻ്റെ വയറിങ്ങിനെ മൊത്തത്തിൽ മാറ്റി മറിക്കുന്ന ഈ അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് ബ്രെയിൻ റോട്ട്. ഇത് പ്രൊലോങ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന തുല്യമാണ്. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയും അതുപോലെയുള്ള നമ്മുടെ കോൺഫിഡൻസിനെ എല്ലാം ഇത് വല്ലാതെ ബാധിക്കും. സോ എന്താണ് ഈ ബ്രെയിൻ റോട്ട്? അതുപോലെ തന്നെ ഈ ബ്രെയിൻ റോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഈ ബ്രെയിൻ റോട്ട് കൊണ്ട് നമുക്കുണ്ടാകുന്ന കോസസ് എന്തൊക്കെയാണ്? ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ DNV യൂട്യൂബ് ചാനൽ. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ എൻജോയ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കലിന് പറയുന്ന പേരാണ് ഡോപ്പമിൻ. നമ്മുടെ ബ്രെയിനിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കെമിക്കലാണിത്. ഇത് നമുക്ക് പല രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എക്സാംസിനൊക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റഡി ചെയ്ത് നമ്മൾ മാർക്ക് വാങ്ങി എന്ന് വിചാരിക്കുക. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ആവും. ഇനി നമ്മൾ സ്പോർട്സ്, ആർട്സ് പോലെയുള്ള കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് അതിലും പ്രൈസ് വാങ്ങി വിചാരിക്കുക. ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് റിലീസാവും? ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിൽ റിലീസാവും. എന്നാൽ ഇതിനേക്കാളും 10 ഇരട്ടി, 100 ഇരട്ടി, 1000 ഇരട്ടി ഡോപ്പമിനാണ് എപ്പോൾ റിലീസ് ആവുന്നത്? നമ്മൾ ഇതേപോലെ ഷോർട്സും റീൽസും ഒക്കെ സ്ക്രോൾ ചെയ്ത്, അതായത് നമുക്ക് എഫേർട്ട് ഇടാതെ മാക്സിമം ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് ഇതുപോലുള്ള കാര്യങ്ങൾ. നമ്മുടെ ഡ്രഗ്സും ഇതിൽ ഉൾപ്പെടുന്നതാണ്. സോ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ മാക്സിമം ട്രൈ ചെയ്യുന്നത്, ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ലേസി ആയിട്ടുള്ള സാധനമാണ്. അതായത് നമുക്ക് ഡോപ്പമിൻ എത്ര എളുപ്പം എങ്ങനെ ഏറ്റവും കുറഞ്ഞ ഇഫോർട്ടിൽ കിട്ടുമെന്നാണ് നമ്മുടെ ബ്രെയിൻ റിസർച്ച് ചെയ്യുന്നത്. സോ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ സജസ്റ്റ് ചെയ്യും നമുക്ക് എന്തിന്, പ്രൊഡക്റ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുള്ള കാര്യങ്ങളെക്കാളും ഇതുപോലെ ഒരു സ്ഥലത്ത് വെറുതെ കുത്തിയിരുന്ന റീൽസും ഷോർട്സും കണ്ടാൽ തന്നെ നമുക്ക് ഡോപ്പമിൻ റിലീസ് ആകുന്നുള്ളതിനാൽ തന്നെ അങ്ങനെ ഡോപ്പമിൻ റിലീസ് ആക്കാനായിരിക്കും നമ്മുടെ ബ്രെയിൻ മാക്സിമം ശ്രമിക്കുന്നത്. പലപ്പോഴത്തെ ഒരു സത്യാവസ്ഥ എന്നാൽ നമ്മളിങ്ങനെ കുത്തിയിരുന്ന റീൽസും ഷോർട്സും കാണുമ്പോൾ തന്നെ അതിൽ പകുതി മുക്കാലും കാര്യങ്ങൾ നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു 2-3 മണിക്കൂർ കംപ്ലീറ്റ്ലി ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്ന വിചാരിക്കും. അങ്ങനെ ഒരു 10-500 റീൽസും കണ്ടു തീർത്തു. ഇതിനകത്ത് എത്ര റീൽസ് നിങ്ങൾ കറക്റ്റായിട്ട് അതിനകത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്ന് സ്വയം റിമൈൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിനകത്ത് ഒരു 95% കാര്യങ്ങളും ഓർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. സോ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതാണ്. അതായത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തേടി പോയി അവസാനം നമ്മുടെ ബ്രെയിൻ പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യാതെയാവും, അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും. ഈ ഒരു അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് ബ്രെയിൻ റോട്ട്. സോ ഈ ബ്രെയിൻ റോട്ട് കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, ഡെയിലി ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമതായി വരുന്നൊരു പ്രശ്നമാണ് കോൺസ്റ്റന്റ് ഓവർ സ്റ്റിമുലേഷൻ. ഇങ്ങനെ നമ്മളെപ്പോഴും ഇൻസ്റ്റന്റ്ലി ഗ്രാറ്റിഫിക്കേഷൻ തേടി പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിങ്, അറ്റൻഷൻ സ്പാന്, അതുപോലെ ഓർഗനൈസിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ് പോലുള്ള നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള പല സ്കിൽസും നമുക്ക് റെഡ്യൂസ് ആയി പോകുന്നു. നമുക്ക് ഒരു റിയൽ വേൾഡിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പേഷ്യൻസോട് കൂടി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാതെയാകുന്നു. സോ ഇതാണ് നമുക്ക് ബ്രെയിൻ റോട്ട് കാരണം ഉണ്ടാകുന്ന ഒന്നാമത്തെ ഒരു കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രെയിൻ റോട്ട് മൂലം ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് കമ്പാരിസൺ എമംഗ് അതേഴ്സ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് കിട്ടുന്ന ലൈക്സും കമൻസുമായിട്ട് നമ്മുടെ പോസ്റ്റിനെയും കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഡിപ്രഷൻ, ട്രോമ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. സോ ഇതും നമ്മുടെ ഈ ഒരു ബ്രെയിൻ റോട്ടിൻ്റെ മറ്റൊരു കോസാണ്. സോ ഇതും നമ്മൾ വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നൊരു കോസാണ് ലോസ് ഓഫ് പ്രൊഡക്ഷൻ ടൈം. നമ്മളിങ്ങനെ ഒരു കാര്യമില്ലാതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നുമില്ല. ഇപ്പം ഇത് ബ്രെയിൻ റോട്ട് സിവിയറായിട്ട് അഫക്റ്റ് ചെയ്ത ആൾക്കാർ ദിവസം 8-10 മണിക്കൂറൊക്കെ ആയിരിക്കും റീൽസൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് തന്നെ 15 മണിക്കൂറിനൊക്കെ മേളിലായിരിക്കും ഒരു ദിവസം വരുന്നത്. സോ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ വിലപ്പെട്ട പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട ടൈമാണ് അവർ വെറുതെ സ്ക്രീനിൻ്റെ മുമ്പിൽ വേസ്റ്റ് ആക്കി കളയുന്നത്. സോ നമുക്ക് ഒരു വർഷം തന്നെ നമ്മൾ ഡെയിലി ഒരു 10 മണിക്കൂർ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ എത്ര മണിക്കൂർ സ്ക്രോൾ ചെയ്യുന്നുണ്ടെന്ന് ചുമ്മാ അസ്യൂം ചെയ്ത് നോക്കുക. 365/10 ചെയ്ത്, അതായത് 3650 മണിക്കൂർ പെർ ഇയർ നമ്മൾ ഫോണിൻ്റെ ഫ്രണ്ടിലാണ്. എന്തിന്? വെറുതെ സ്ക്രോൾ ചെയ്ത് ഒരു ആവശ്യമില്ലാതെ. സോ നമ്മുടെ അത്രയും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ടൈമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 8-10 മണിക്കൂറൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും എപ്പോഴും ടയർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് നമ്മളൊരു
വലിയ വർക്ക് ഹെവി വർക്ക് എടുത്തില്ല എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ആ ഒരു ടയർഡ്നെസ് നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഷൻ സ്പാന്, ഫുൾ എനർജി ഇതെല്ലാം കൂടെ ഈ ഒരു 6 ഇഞ്ച് സ്ക്രീനിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി നമുക്കൊരു ഹെവി വർക്ക് വേണ്ടുന്ന അത്രയും എനർജി നമ്മുടെ ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമുക്ക് അതനുസരിച്ചുള്ള ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജോ മെൻ്റൽ അഡ്വാൻറ്റേജോ ഒന്നും കിട്ടുന്നുമില്ല. നമുക്ക് കംപ്ലീറ്റ് ഇവിടെ ലോസ് മാത്രമാണ് വരുന്നത്. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ബ്രെയിൻ റോട്ടിൻ്റെ കോസസിനെ കുറിച്ചാണ്. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്രെയിൻ റോട്ട് നമുക്കെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിലൊന്നാമതായി വരുന്നതാണ് അവയർനെസ് അബൌട്ട് ദിസ് പ്രോബ്ലം. അതായത് ഈ ഒരു ബ്രെയിൻ റോട്ടിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. നമ്മൾ ഡെയിലി എത്ര മണിക്കൂർ സ്ക്രോൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് കണക്കെടുത്ത് വെക്കുക. അതിൽ എന്തുമാത്രം കണ്ടിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നും ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട് എന്ന പ്രോബ്ലം യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നത്. നിങ്ങൾ അതിലൂടെ അഡിക്റ്റഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ടാമതായി വരുന്നൊരു പോയിന്റാണ് റെഡ്യൂസ് സ്ക്രീൻ ടൈം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റീൽസും ഷോർട്സും വാച്ച് ചെയ്യുന്ന ടൈം കംപ്ലീറ്റ് മെഷർ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് വളരെ കൂടുതലാണ്, അതിൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഷോർട്സും റീൽസും ഒക്കെ മാറ്റി വെച്ചിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുക. അങ്ങനെ നമ്മുടെ ഈ ഒരു റീൽസും ഷോർട്സും സ്ക്രോൾ ചെയ്യുന്ന ടൈം മാറ്റി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിന് പകരം കണ്ടുപിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമതായി വരുന്ന മറ്റൊരു പോയിന്റാണ് ട്രൈ ടു മെമ്മറീസ് വാട്ട് യു വാച്ച്ഡ്. അതായത് നിങ്ങൾ ഈ ഒരു റീൽസും ഷോർട്സും ഒക്കെ തോണ്ടി ഇരുന്നിട്ട് അതിനകത്ത് എന്താണ് കണ്ടതെന്ന് ഒരു കുറേ നേരം കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിൽ പകുതി കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സംഭവം നിർത്തി വെച്ചിട്ട് നിങ്ങളൊന്ന് അവെയർ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ബ്രെയിൻ റോട്ടിൻ്റെ ഒരു ലക്ഷണങ്ങളുണ്ടെന്ന് തന്നെ നിങ്ങളൊന്ന് വിശ്വസിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഷോർട്സും റീൽസും ഒക്കെ കാണുന്ന മാക്സിമം കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമതായിട്ട് മറ്റൊരു മെത്തേഡാണ് ട്രൈ ടു ഇൻവോൾവ് ഇൻ അതർ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഏർപ്പെടുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു റീൽസ് ഷോർട്സും കാണാനുള്ള ടെംപ്റ്റേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മറ്റ് ഹോബീസും ഹാബിറ്റ്സും ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ആൾക്കാരുമായിട്ട് ഓഫ്ലൈനിൽ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൺലൈൻ മെസ്സേജ് അയക്കുന്നതിനേക്കാളും നല്ലതായിട്ട് ഓഫ്ലൈനിൽ നേരിട്ട് മീറ്റ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ബ്രെയിൻ റോട്ടിനെ ഒരു പരിധി വരെ തള്ളിക്കളയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഷോർട്സും റീൽസ് കാണാനുള്ള ടെംപ്റ്റേഷൻ എപ്പോഴൊക്കെയാണ് വരുന്നത്? ഒരു കാര്യമില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും നമുക്കില്ല. സോ മാക്സിമം നമ്മൾ മറ്റ് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ ഒരു ബ്രെയിൻ റോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വലതുവശത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്നത്. സ്റ്റഡി സൈനിങ് ഔട്ട്.